ഹലോ, ബെസ്റ്റ് ചോയ്സിൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ദിനാശംസകൾ. നന്മയും സമാധാനവും സന്തോഷവും നിറഞ്ഞ നല്ലൊരു ദിവസമാവട്ടെ. ഹാപ്പി ഈസ്റ്റർ ഡിയേഴ്സ്. ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു ചുറ്റുപാടിൽ നിൽക്കുന്ന ഒരു കേരള ട്രഡീഷണൽ വീടൊന്ന് കണ്ടാലോ. അതും വൻ ലാഭത്തിന്. ഈ വീടിൻ്റെ ഈ ഒരു മതിലിൻ്റെയും അതൊന്നും നോക്കണ്ട, ചില്ലറ പണികൾ ചെയ്യാനുണ്ട്. ആദ്യമേ പറയട്ടെ, അത് കാര്യമായിട്ടൊന്നുമല്ല. നമ്മളുടെ ഈ ഗേറ്റ്, മതിൽ, വീടിൻ്റെ പരിസരം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. വീടുണ്ടല്ലോ, ഈസ്റ്റ് ഫേസ് ആയിട്ട് നല്ല സൂപ്പർ വെട്ടുകല്ലിൽ പണിതിരിക്കുന്ന വീടാണ്. ജസ്റ്റ് 5 വർഷമായിട്ടുള്ള വീട് പണിതിട്ട്. വീടമ്മയ്ക്ക് തൊടണ്ട, കുട്ടപ്പനായിട്ട് നിൽക്കണത്. ഇനി ഇത് പറഞ്ഞല്ലോ, ഇവിടെ ധാരാളം ചെടികളും മരങ്ങളൊക്കെ നിൽക്കണ കാരണം കൊണ്ട് അത്ര ക്ലീൻ അല്ല. നിലവിൽ ഈ ഒരു വീട് റെൻറ്റിന് കൊടുത്തേക്കാണ്. അറിയാലോ, അത്ര ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു ക്ലീനിങ്. ഇത് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ സൂപ്പറാണ്. നല്ലൊരു കിണർ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ലാവിഷ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു കൃഷിയൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ മുറ്റത്ത് കണ്ടില്ലേ, ധാരാളം സ്പേസ് ഉണ്ട്. കാറ് പാർക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ്, വാവ്! ആ മരങ്ങളും ചെടികളൊക്കെ നിൽക്കണ കാരണം കൊണ്ട് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. പോരാത്തതിന് വെട്ടുകല്ലിൻ്റെ വീടും, അതൊരു മാരക കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടാ. ഒരു ഗൃഹാതുരത്വം തുളുമ്പുന്ന ഒരു ഓർമ്മകളൊക്കെ തോന്നിപ്പോയി ഇവിടെ വന്നപ്പോൾ. അത്രയും മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് നമ്മളുടെ ഈ ഒരു വീടിൻ്റെ ചുറ്റുപാട് അടുത്തടുത്ത് നല്ല റേഞ്ചുള്ള വീടുകളാണുള്ളത്. നല്ല ബെസ്റ്റ് ഏരിയ ആണ്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. എന്നാൽ ടൗണിൻ്റെ അടുത്ത്. ഈ പ്രോപ്പർട്ടി വരുന്നത് തൃശ്ശൂരിൽ പാലയൂർ ചർച്ചിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. നമുക്കത് ഫൈനലായിട്ട് എവിടെയാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറയാം. ഇനി നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഏരിയ ഒന്ന് നോക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി സിറ്റ് ഔട്ട്, കലക്കി അടിപൊളി മരപ്പണികളാണ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് അങ്ങോട്ട് അകത്തേക്ക് ചെല്ലുമ്പോൾ വളരെ വിശാലമായിട്ടുള്ള പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ലിവിങ് ഹാളിലേക്കാണ് എത്തുന്നത്. അവിടെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ആ ഒരു സ്റ്റെയർ കേസിൻ്റെ ഡിസൈനാണ്. അതിങ്ങനെ കറങ്ങി പോകുന്നുണ്ട് അങ്ങോട്ട്. ഈ വലിയൊരു സോഫ സെറ്റ് കിടക്കുന്ന കാരണം കൊണ്ട് ഈ ഒരു ലിവിങ് ഹാളിൻ്റെ സ്പേസ് നമുക്ക് മനസ്സിലാവണില്ല കേട്ടോ. ഈ ലിവിങ് ഹാളിൻ്റെ ദിലീപേട്ട എന്തൊക്കെയോ പറയുന്നുണ്ട് ടി വിയിൽ. പിന്നെ ഈ ഒരു ലിവിങ് ഹാളിൻ്റെ തൊട്ടടുത്ത് വലിയൊരു ഡൈനിങ് ഹാളും വരുന്നുണ്ട്. ഒരു 8 പേർക്ക് ഇരിക്കാവുന്ന വലിയൊരു ഡൈനിങ് ടേബിൾ ഇട്ടാലും ലാവിഷ് ആയിട്ടുള്ള സ്പേസ് ആണ്. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അടക്കം ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് മോഡേൺ ഡിസൈനിൽ ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കിച്ചൺ. ലാവിഷ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. അതിലുപരി അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ്, വുഡൻ ഫിനിഷിങ്ങിലുള്ള കബോർഡ് വർക്ക്സ്, അതുപോലെ തന്നെ ഈ താഴെയുള്ള ഡ്രോസൊക്കെ സൂപ്പർ ക്വാളിറ്റിയാണ്. ഇതാ നേരത്തെ പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൈസാക്കി ഉണ്ടല്ലോ ആ ചെയറൊക്കെ. ഇനി നമുക്ക് ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്. അത് നല്ല സ്പേഷ്യസ് ആണ്. ഒരു കോമൺ വാഷ്റൂം ഉണ്ട്. ബാക്ക് സൈഡിലും ധാരാളം സ്ഥലം വരുന്നുണ്ട്. ഇനി ബെഡ്റൂമുകൾ നോക്കുകയാണെങ്കിൽ, ആഹാ, ഫുട്ബോൾ കളിക്കാവുന്ന സ്ഥലമുണ്ട്. ലാവിഷ് ആയിട്ടുള്ള സ്പേസ് ആണ്. 3 ബെഡ്റൂംസും അറ്റാച്ച്ഡ് വാഷ്റൂമുകളായിട്ടുള്ളതാണ്. വാഷ്റൂം കലക്കിണ്ട് കേട്ടോ. നല്ല സ്പേഷ്യസ് ആണ്. എല്ലാതും ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ യൂസ്ഡ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ അത് കാണിക്കില്ല എന്നുള്ളൂ. പിന്നെ ഇതേപോലെ ഈ ജനലായ്മയുള്ള ഒരു കലാപരിപാടി ഉണ്ടല്ലോ, അടിപൊളി കട്ടൻസാണ് കൊടുത്തിട്ടുള്ളത്. അത് ഇവിടെ നിന്നല്ല, എല്ലാവിടെയും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മറ്റൊരു ബെഡ്റൂം. ഇത് ശരിക്കും പറഞ്ഞാൽ അധികം ഉപയോഗിച്ചിട്ടില്ല. കാരണം ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ടുള്ള ആളില്ല ആക്ച്വലി. അത് കാരണം കൊണ്ടാണ് അവരത് സെയിലാക്കാമെന്ന് വിചാരിക്കുന്നത്. ഈ മുകളിലേക്ക് ചെല്ലുമ്പോൾ വേറൊരു ബ്യൂട്ടിയാണ് കേട്ടോ. എസ്പെഷ്യലി സ്റ്റെയർ കേസിൻ്റെ ഒരു ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഇറങ്ങി മുകളിൽ പോകാൻ പറ്റും. പിന്നെ ബാൽക്കണി ഏരിയ അമേസിങ്. ഇത്രയും പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം വേറെ കണ്ടിട്ടില്ല തോന്നി. അത്രയ്ക്കും മനോഹരമാക്കിയിട്ടുണ്ട്. ടോട്ടല് 10 സെൻറ്റ് സ്ഥലം, 2000 സ്ക്വയർ ഫീറ്റ് വീട്, 3 ബെഡ്റൂമിൻ്റെ
ഒന്നും ചെയ്യല്ലേ വീട്ടിൽ, പെയിൻറ് പോലും ചെയ്യണ്ട. വേണമെങ്കിൽ നമുക്ക് ഫ്ലോർ ഒരു ഭംഗിക്കൊരു ഒന്ന് വേണമെങ്കിൽ ഒന്ന് വാഷ് ചെയ്തെടുക്കാം, വേറെ ഒന്നും ചെയ്യാനില്ല. നേരത്തെ പറഞ്ഞ പോലെ മതിലും അതുപോലെ തന്നെ ചെറിയ ചെറിയ ചില്ലറ വർക്കുകൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ എത്ര വില ഉണ്ടായിരിക്കും. ടോട്ടലി ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില ജസ്റ്റ് 65 ലക്ഷം രൂപയാണ്. കണ്ണടച്ച് 85 ലക്ഷം പറയുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ. തൃശ്ശൂർ പാലയൂർ ചർച്ചിൻ്റെ ബാക്ക് സൈഡിലായിട്ട് 300 മീറ്ററിലാണ് ഈ വീട് വരുന്നത്. കലക്കൻ ഓഫറിൽ കിട്ടാവുന്ന ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. വൺസ് അഗൈൻ ഹാപ്പി ഈസ്റ്റർ.